ഇന്നുണ്ടല്ലോ അപ്പയാണോ അമ്മയാണോ സ്റ്റൈലായിരിക്കുന്ന ഡ്രസ്സിൽ മട്ടൻ്റെ ഫ്ലേവറും അതിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് പ്രിയ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ ഈ പെപ്പർ നിൽക്കുന്നത്. ഹായ് ഗായ്സ്, വെൽക്കം ടു ക്രൗൺ പ്ലാസ കൊച്ചി. ഞങ്ങൾ ഇന്ന് ഒരു എക്സൈറ്റിംഗ് കാര്യം ചെയ്യാൻ പോവാണ്. ഞങ്ങൾ വളരെ യാത്ര ചെയ്ത് വലിയൊരു കുറേ ദൂരമുള്ള ഒരു സ്ഥലത്ത് ഞങ്ങൾ പോയി സ്റ്റേക്കേഷൻ ചെയ്യാൻ പോവാണ്. ആദ്യത്തെ എൻ്റെ കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ കമ്മൽ ഇടണോ അതോ ഈ കമ്മൽ ഇടണോ എന്നാണ്. ഏത് കമ്മലാണ് ഭംഗി? ഏതാ ഇതില് ഭംഗി? ഇതാണോ ഭംഗി അതോ ഇതാണോ ഭംഗി? ഇതാണോ? അവസാനം എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ടായിരിക്കും ഞാൻ ഇറങ്ങാൻ പോണേ. ഓ പിന്നെ അതൊന്നുമല്ല, എൻ്റെ കമ്മൽ തന്നെയാണ് ഈ വ്ളോഗിന്റെ ഇത്തവണത്തെ അട്രാക്ഷൻ. ഇതൊക്കെ നമ്മുടെ ഷോപ്പിൽ കിട്ടുന്നതായിരിക്കും. ഈ ഡ്രസ്സും നമ്മുടെ ഷോപ്പിലുള്ള ഡ്രസ്സാണ്. പിന്നെ അപ്പൊ ബാക്കിയുള്ള കാര്യം നീ ദില്ലു പറയുന്നതായിരിക്കും. ഓക്കെ, സോ ഗൈസ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. ഇത് വേദു ക്യാമറ പിടിച്ചിരിക്കുന്ന പോലെയല്ലേ. നമ്മൾ ഇന്ന് ക്രൗൺ പ്ലാസയിലേക്ക് പോവാണ് ഒരു വീക്കെൻഡ് സ്റ്റേക്കേഷന് വേണ്ടി. എനിക്ക് തോന്നുന്നു പേഴ്സണലി സ്റ്റേക്കേഷൻ വിത്തിൻ ദ സിറ്റി, ബട്ട് യു വാണ്ട് സം അമേസിംഗ് ഫുഡ് വേണമെങ്കിൽ ക്രൗൺ പ്ലാസയാണ് ഏറ്റവും ബെസ്റ്റ്. അവരൊരു പുതിയ മെനു ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഇവിടുത്തെ ഒരു ഗ്രിൽ റെസ്റ്റോറൻറ്റ്, സ്കൈ ഗ്രിൽ എന്ന് പറയുന്ന ഒരു ബാർ കം റെസ്റ്റോറന്റ് ആണ്. അതല്ലാതെ അവരുടെ ജാപ്പനീസ് ഫുഡ് ആണെങ്കിലും ഒക്കെ അടിപൊളിയാണ്. ഷെഫ് കൈലാഷ് ഒക്കെ ആക്ച്വലി ഓർമ്മയുണ്ടോന്ന് അറിയില്ല, പ്രിയ പ്രഗ്നന്റ് ആകുമ്പോൾ പോർക്ക് റിബ്സിന് താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ ആ ഷെഫിനെ വിളിച്ചു പറഞ്ഞിട്ട് അവിടെ പോയി കഴിക്കും കേട്ടോ. സ്പെഷ്യൽ ഒക്കെ ഉണ്ടാക്കി തരും. ബുഫേക്ക് ആക്ച്വലി പോർക്ക് റിബ്സ് ഒരിടയ്ക്ക് അവിടെ ഉണ്ടായിരുന്നു. അതിനെ നിർത്തിയപ്പോഴും നമ്മൾ അവിടെ ബ്രഞ്ച് ബുഫേക്ക് പോകുമ്പോൾ പുള്ളി അങ്ങനെ ഉണ്ടാക്കി തരുമായിരുന്നു. സോ ഇപ്പോഴും ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ഷെഫൊക്കെ അവിടെ ഉണ്ട്. സോ ഒരു അടിപൊളി സ്റ്റേക്കേഷനും അടിപൊളി ഫുഡും ആയിരിക്കും ഇന്നത്തെ ബ്ലോഗിൽ. സ്ട്രേറ്റ് ടു ക്രൗൺ പ്ലാസ. അട്രാക്ഷൻ എന്റെ മണം തന്നെയാണ് കേട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ അട്രാക്ഷൻ. ഇന്നുണ്ടല്ലോ അപ്പയാണോ അമ്മയാണോ സ്റ്റൈലായിരിക്കുന്ന ഡ്രസ്സിൽ? അമ്മൂമ്മയൊന്നല്ല, അമ്മൂമ്മ നൈറ്റ് ഇട്ട് വീട്ടിലിരിക്കുക. അപ്പയാണോ അമ്മയാണോ എന്ന് പറ, വേഗം പറ, നമുക്ക് പോണം. അമ്മ അങ്ങനെ പറഞ്ഞോണ്ടായിരിക്കും അല്ലേ. വേദുവാണ് ഏറ്റവും സ്റ്റൈൽ ഇന്ന്. വേദുവിന് ഇഷ്ടമുള്ള ഫുഡും സ്വിമ്മിംഗ് പൂളും ഒക്കെ അപ്പ ഇന്ന് കൊണ്ടുപോകും കേട്ടാ. ബാ, ഒന്ന് ഹോട്ടലിലേക്ക് പോകുന്ന വഴിക്ക് വേദുവിന് സ്വിമ്മിങ്ങിന് അവന് കാതിൽ ഇൻഫെക്ഷൻ ആയ, അപ്പോൾ ഇയർ പ്ലഗ്സ് വാങ്ങാൻ പോയി. എനിക്ക് പ്രിയ അപ്ലൈ പറഞ്ഞ വേദുവായിട്ട് പോവാൻ. വേറെ എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ ആണെന്ന് വിചാരിച്ചു ഒരു ഇയർ പ്ലഗ് 100 രൂപ 200 രൂപയുടെ സാധനം വാങ്ങാൻ പോയിട്ട് 2000 രൂപയുടെ സാധനം വാങ്ങിയിട്ടാ വന്നത്. അവന് കണ്ടപ്പോൾ സ്വിമ്മിങ് ടവലിന്ന് അതിൻ്റെ കൂടെ സ്കൂബ ഡൈവിംഗ് മാസ്ക്, പുതിയ സ്വിം സൂട്ട്, പുതിയ ഗോഗിൾസ്, അതൊന്നും വാങ്ങിയില്ല. ടവലെങ്കിലും വാങ്ങാതെ ഇറങ്ങാൻ പറ്റില്ല. വാങ്ങിയ ഉണ്ടല്ലോ നല്ലത്. ബെസ്റ്റ് അമ്മയും മോനും. നമുക്ക് വേറെ ഓർഡർ. അപ്പൊ ചൈനയിൽ ഭയങ്കര തന്നെ സ്വിമ്മിങ് സൂട്ട് ഉണ്ട്, അത് വാങ്ങിക്കൊണ്ട് വരാം. നല്ലത്, വെറുതെ കിടന്നാ മതി. തൊട്ടടുത്താണ്. അപ്പൊ ഇനി നമ്മള് ലഞ്ച് കഴിച്ചിട്ടില്ല. ആദ്യമേ തന്നെ എനിക്കൊന്ന് ഫുഡ് കഴിച്ചിട്ട് ബാക്കി റൂം ടൂറും സെറ്റപ്പ് ഒക്കെ ചെയ്യാം. ഓ, വാട്ട് എ ബ്യൂട്ടിഫുൾ വെതർ. ക്രൗൺ പ്ലാസയിൽ ഇവിടുത്തെ ബെസ്റ്റ് എന്താ പറയുക, നമുക്ക് റൂമിൽ വിത്ത് വ്യൂ ആണെങ്കിലുണ്ടല്ലോ, ബാക്ക് വാട്ടേഴ്സ് വ്യൂവും കിട്ടും. ആൻഡ് ഫാബുലസ് ഫുഡാണ്. ഇത്രയും എനിക്കൊന്ന് അത്യാവശ്യം ഏജ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു, എന്നിട്ടും എക്സ്ട്രീംലി വെൽ മെയിൻറ്റൈൻഡ് ആണ്. എന്തായാലും വെൽക്കം ടു ക്രൗൺ പ്ലാസ കൊച്ചി. ഈ ക്രൗൺ പ്ലാസയുടെ കൊച്ചിയുടെ ലോബി തന്നെ ഉണ്ടല്ലോ, ഭയങ്കര ബ്യൂട്ടിഫുൾ സ്പേസ് ആണ്. ഒരു ഭയങ്കര ഓപ്പൺനെസ് ആണ്. കാരണം ഇവിടുന്ന് തന്നെയാണ് റെസ്റ്റോറൻറ്റിലേക്കും ഇവരുടെ ഇതുപോലത്തെ ഒരു ആൻറ്റീക്സും അങ്ങനത്തെ സാധനങ്ങൾ വിൽക്കുന്ന ഒരു ഷോപ്പ് ഉണ്ട്. അതുപോലെ തന്നെ ഇവരുടെ ഒരു കഫേ ഉണ്ട്, അരോമ കഫേ സോക്ക. എനിക്കൊന്ന് വൺ ഓഫ് ദ ബെസ്റ്റ് പാൻ ഏഷ്യൻ ഫുഡ് കിട്ടുന്ന സ്ഥലമായിരിക്കും. നമ്മൾ ഉച്ചയ്ക്ക് അവിടെ നിന്നാണ് കഴിക്കുന്നത്. ഇന്നിവിടെ എന്തോ ഫംഗ്ഷൻ, ബുഫേ, സൺഡേ ബ്രഞ്ച്. ഒരു നമുക്കന്ന് മെമ്പർഷിപ്പും എടുത്തല്ലോ, അപ്പൊ നമ്മൾ എല്ലാ സൺഡേസും വരുമായിരുന്നു. ഒരു രക്ഷയില്ലാത്ത ഫുഡായിരുന്നു. എന്തേ കല്യാണം കഴിഞ്ഞു
അവനെ പറയുമ്പോ തന്നെ ദേഷ്യ. അവൻ കാണുന്നുണ്ടല്ലോ കല്യാണത്തിന്റെ യുദ്ധം. എന്തായാലും ഭയങ്കര ഒരു വോം ഫീലിംഗ് അല്ലെ, ഫീലിംഗ് ഓർമ്മ വരുന്നത്. ഐ തിങ്ക് സോ ഇവിടുത്തെ മെമ്പർഷിപ്പ് ഇപ്പൊ ഭയങ്കര ലാഭമാണ്. ഐ തിങ്ക് സോ 18,000 rupees അങ്ങാണ്ട് 2 rooms, then 50% ഡിസ്കൗണ്ട്. ഐ തിങ്ക് സോ ഇറ്റ്സ് ടൈം ടു ടേക്ക് ഇറ്റ്. കുറേ ആയി ഇപ്പൊ നമുക്ക് എടുത്തിട്ട്. അപ്പൊ റൂമിൽ പോയിട്ട് നമുക്ക് നേരെ ഫുഡ് കഴിക്കാൻ പോവാം. നേരെ നമ്മൾ സോക്കയിലേക്കാണ് പോയത്. ഇവിടുത്തെ ഒരു പാൻ ഏഷ്യൻ റെസ്റ്റോറൻ്റ് ആണ്. വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ റെസ്റ്റോറൻറ്റ്സ് ഇൻ കേരള എന്ന് തന്നെ പറയാം. അത്രയും കോസി ആയിട്ടുള്ള ഒരു ആംബിയൻസ് ഇവിടെ. സോ ഇറ്റ്സ് ലൈക്ക് ഒരു പാൻ ഏഷ്യൻ റെസ്റ്റോറൻറ്റ് ആണെങ്കിൽ വി ഹാവ് ദിസ് ബാലി ഇൻഡോനേഷ്യൻ തീം പോലെ. വി ഹാവ് ബാംബൂസ് ആൻഡ് റത്തൻസ് ആൻഡ് വുഡി വോം ഇൻറ്റീരിയേഴ്സ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ആൻഡ് ദേ ഹാവ് എ ലൈവ് ടെപ്പനിയാക്കി കിച്ചൺ ഓൾസോ. ഇവിടെ ലൈവായിട്ട് അവർ ടെപ്പനിയാക്കി ചെയ്യും. ഇപ്പോൾ റെസ്റ്റോറൻറ്റ് അടയ്ക്കാറായി, അപ്പോൾ നമുക്ക് കിട്ടുന്ന വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ശരിക്കും ഇത് തന്നെ ഡീറ്റെയിലിംഗ് നോക്ക്. ഫോക്കും സ്പൂണും വെച്ചിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ചോപ്സ്റ്റിക്സ് ആർ സോ ക്ലാസി വിത്ത് സം ഗുഡ് ഗുഡ് ലേബിളിംഗ്. ആൻഡ് ഇത് കണ്ട ഇവിടെ ഒരു വിസ്കി ഉണ്ട്. ദാറ്റ്സ് ലൈക്ക് എനിക്കൊന്ന് ഇവർക്ക് വേണ്ടി സ്പെഷ്യൽ, സോക്കിക്ക് വേണ്ടി എന്തോ സ്പെഷ്യലായിട്ട് അവർ ഇമ്പോർട്ട് ചെയ്യുന്ന ജാപ്പനീസ് ലിക്കറാണ്. സോ ഐ തിങ്ക് സോ ഭയങ്കര ഒരു പ്രീമിയം ഹൈ ആൻഡ് കിഡിലൻ ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലം തന്നെയാണ് സോക്ക്. നമ്മളിവിടെ പലതവണ വന്നിട്ടുണ്ട്. ആൻഡ് പോക്ക് കിട്ടുന്ന വളരെ റയർ സ്ഥലങ്ങളിലൊന്നാണിത്. വരുമ്പോൾ തന്നെ ഫുഡിൽ തന്നെ തുടങ്ങുവാണ്. ഒരു രക്ഷയില്ലല്ലോ ഇവരുടെ ഫുഡ്. ഞാൻ കഴിച്ചു നോക്കേ. ഇത് ഒരു ഹണി സിറാച്ച ഷ്രിംപാണ്. സോ ഇറ്റ്സ് ലൈക്ക് സ്പൈസി സ്വീറ്റ് ഷ്രിംപ്. ഇത് ഒരു ട്രഫിൾ ഓയിലൊക്കെ ഇട്ടുള്ള ഒരു വാട്ടർ ചെസ്നട്ടൊക്കെ ഉള്ളൊരു ദിംസമാണ്. ആൻഡ് പ്രോൺ ക്രാക്കേഴ്സ്. നിങ്ങളിത് കോംപ്ലിമെൻ്ററി കിട്ടുന്നതാണ്. വന്നു കഴിഞ്ഞാൽ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യാം. ആൻഡ് ദിസ് സോസസ് ആർ സോ അമേസിങ്. ബേൺ ചില്ലി, സോയ്, ഹണി വിനേഗർ, അങ്ങനെ 3-4 സോസസ് ഉണ്ട്. മൗത്ത് വാട്ടറിങ്. And the shrimp looks so good, so huge and so good. Pan Asianil one of the top. Pan Asia actually കൊച്ചിയിൽ ഇപ്പോൾ ഒരുപാട് നല്ല ഓപ്ഷൻസ് ഉണ്ട് അല്ലെ. മറ്റേ നമ്മൾ ഫോറം മോളിലും അവിടെയൊക്കെ പോയി എല്ലായിടത്തും ഒരു നല്ല ക്യൂസീൻ ഉണ്ട്. പക്ഷേ ദിസ് ഇസ് ഡെഫിനറ്റ്ലി വൺ ഓഫ് ദ ബെസ്റ്റ്. ഏത് ഷ്രിംപ് എൻജോയ് നോക്ക്. ഓ ആ പ്രോൺസിന്റെ സൈസ് നോക്ക്. ഹ്യൂജ് നോ. Oh my God. ആക്ച്വലി അവർ ഡീപ് ഫ്രൈ ചെയ്തിട്ടുണ്ട്, ബാറ്റർ ഫ്രൈ ചെയ്തിട്ട് ദെൻ ദേ ഹാവ് സോസ്ഡ് ഇറ്റ്. സോ ഇറ്റ്സ് സോ ഗുഡ് ആൻഡ് ഒട്ടും ഡ്രൈയും ആയിട്ടില്ല. വാട്ട് സ്റ്റാർട്ട് സ്റ്റേ മാത്രം അടിപൊളിയായ പോലെ സ്റ്റേ സ്റ്റേഷനിൽ ഫുഡാണ് അത്രയും തന്നെ പ്രയോറിറ്റി. ഓ ശരിക്കും എനിക്കൊന്ന് സിറ്റിയിൽ നിന്ന് ഒരു 1 day ബ്രേക്ക് ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. കഴിച്ചിട്ട് പറയണം കേട്ടോ ഇത് എങ്ങനെയുണ്ടെന്ന്. ഫുഡ് റിവ്യൂ കഴിഞ്ഞ് വേദുവാണ്, ചിരിക്കാതെ പറയണേ. എവിടെ കഴിച്ചു? ഇവരോ തോന്നുന്നു കഴിച്ചിട്ടുണ്ടെന്ന്. ടേസ്റ്റ് ഒക്കെ എങ്ങനെയുണ്ട്? ഇഷ്ടായില്ലേ? അത് മതി. ഏതില് ഇഷ്ടമായെങ്കിൽ ഗുഡ് ആണ്. ഇവരുടെ ഡ്രിങ്ക്സ് തന്നെ ഭയങ്കര യുണീക്കാണ്. അതും ജാപ്പനീസ് തീമിലാണ്. ഇതൊരു മാച്ച കൂളറും ഇതൊരു ഉലോങ് ടീയും ഇത് പീച്ചിന്റെ എന്തോ ആണ്. ജസ്റ്റ് ഗെറ്റ് പുട്ട് സം ഡ്രൈ ഫ്രൂട്ട്സും ഡീഹൈഡ്രേറ്റഡ് ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഓ ലുക്ക് സോ റിഫ്രഷിങ്. എല്ലാം മറ്റേ ഒരു പാലൊന്നും ഇല്ലാതെ പ്രോപ്പർ റിഫ്രഷിങ് ഡ്രിങ്ക്സ് ആണ്. ഇവരുടെ ഈ ഉലോങ് ഡ്രിങ്ക് ഒന്ന് നോക്കട്ടെ. വളരെ മിനിമലിസ്റ്റിക് സീറ്റ്. ഒരു സിനിമനും ഒരു കാമലിൻ ടീ ഒക്കെ ഇല്ലേ, അതിൻ്റെ ഒക്കെ ഒരു റിലാക്സിങ് ഡ്രിങ്ക് പോലെ എനിക്ക് തോന്നുന്നത്. മോർ ദാൻ റിഫ്രഷിങ്. ഇത് കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറങ്ങിപ്പോകുന്ന രീതിയിൽ. ബ്രേക്ക് ഒട്ടും കൊടുക്കരുത്, അല്ലെങ്കിൽ ഉറക്കം കൂടുതല. ഇത് കുടിച്ചു കഴിഞ്ഞാൽ അപ്പം ഉറങ്ങിപ്പോവും. അമ്മ അങ്ങനെ ഉറങ്ങിപ്പോവും കുടിച്ചു കഴിഞ്ഞാൽ. കണ്ടോ ഇവിടെ പിന്നെ തോന്നിപ്പോവും. അത് ആരെയും കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ. ഇവിടെ വന്ന് കഴിഞ്ഞാൽ 10 days താമസിക്കാൻ തോന്നും. ഇതൊരു ചെറിയ പുളിപ്പുണ്ട്, സിട്രസി ആണ്. എനിക്ക് മാച്ചയുടെ ഫ്ലേവർ ഒന്നും അധികം കിട്ടുന്നില്ല. സോ ഐ ഡെഫിനറ്റ്ലി റെക്കമെൻഡ് മറ്റേ 2 ഡ്രിങ്ക്. ഒന്ന് മറ്റേ പീച്ചും ഒന്ന് ഉലോങ്. ഇത് എന്തായാലും ട്രൈ ചെയ്യണം. ഒരു ജാപ്പനീസ് ഫീലിംഗ് കിട്ടും. ജാപ്പനീസ് ഫീലിംഗ് ഓഫ് സെൻ എന്നൊക്കെ പറയുന്ന പോലെ. ഇവരുടെ ഡിംസം ഒന്ന് നോക്കട്ടെ. ചില്ലി ഓയിലാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഡിപ്പ്. ഓ മിക്സ് ഒന്നും വേണ്ട എൻ്റെ പ്രിയ.
എക്സാജറേഷൻ അല്ല, പ്ലീസ് കം ആൻഡ് ഹാവ് ദിസ്. എനിക്ക് എൻ്റെ അമ്മയെ ട്രഫിൾ ഓയിൽസ് ഒരു ഡിപ്പാണ്, അല്ലെങ്കിൽ വീഡിയോന്റെ സ്ക്രീൻഷോട്ട് ഒന്ന് കാണിക്കും. വെജിറ്റേറിയൻ ആണ്. I don't want to have a non-veg dim sum. എന്തൊരു ടേസ്റ്റ്. ഇറ്റ്സ് ലൈക്ക് മഷി പീസും മഷ്റൂമിന്റെ ഒരു ട്രഫിൾ ഓയിലും വേറെ ഒരു ഉമ്മാമി, ഭയങ്കര ഫ്ലേവർ, ഔട്ട്സ്റ്റാൻഡിങ്. ആയിട്ട് ഞാൻ ഓവർ എക്സാജറേഷൻ അല്ല, നിങ്ങളൊന്ന് വന്ന് ട്രൈ ചെയ്യണേ. ഇപ്പൊ എനിക്ക് എന്താ വിചാരം, ഫേമസ് യൂട്യൂബർ പോലെയാണ് വിചാരം. ഓ, വേദിന്റെ വിചാരം ഇത് മറ്റേ ഐഷോ സ്പീഡ് പോലെയായത്, ഫേമസ് യൂട്യൂബർ ആണ്. നമ്മള് ഫേമസ് ഒന്നല്ല. ഏത് ഫേമസാ? ഇതെങ്ങനെയുണ്ട്? വെജിറ്റേറിയൻ കൺവേർട്ട് ആയി പോവും. പ്രോൺസ് അത്രയും അടിപൊളിയാണ്. പ്രോൺസ് വേണ്ട, നിങ്ങൾ ഇത് പറഞ്ഞാൽ മതി. മെയിൻ കോഴ്സ് ലാംബ് വിത്ത് പെപ്പർകോണും ഒരു നൂഡിൽസും ആണ് പറഞ്ഞിരിക്കുന്നത്. അത് കണ്ട ബീഫ് പോലെ ഉണ്ട്. ഇത് സ്മെൽ സോ ഇൻടോക്സിക്കേറ്റിംഗ്. ശരിക്കും ഒരു മണം ഉണ്ടല്ലോ. ആൻഡ് എവറിത്തിങ് ലുക്ക് സോ ഫ്ലേവർഫുൾ ഓൾസോ. ഒട്ടും മറ്റേ ഒരു ബോയിൽഡോ അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഒന്നും അല്ല കേട്ടോ. കംപ്ലീറ്റ് ഫ്ലേവർ പാക്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ പോലെ തോന്നുന്നത്. നോക്കട്ടെ, ലാംബ് നോക്കട്ടെ. നല്ല തെൻലി സ്ലൈസ് ലാംബാണ് വിത്ത് പെപ്പർകോൺ സോസ്. ആ മണം ഉണ്ടല്ലോ, ബാലൻസ്. അതാണ് ഇതിന്റെ സ്പെഷ്യാലിറ്റി. കാരണം പെപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഓവർ പവർ ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയന്റ് അല്ലേ. പെപ്പറിന്റെ കുത്ത് നമുക്ക് കിട്ടുന്നുണ്ടെന്ന് പറയല്ലോ, അതേ ഇല്ല. മട്ടന്റെ ഫ്ലേവറും അതിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് പ്രിയ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ ഈ പെപ്പർ നിൽക്കുന്നത് അല്ലേ. അതൊക്കെ പറഞ്ഞിട്ടാണ് എനിക്ക് അടുത്ത ട്രിപ്പിന് സംഭവം കേട്ടാ, സപ്പോർട്ടിങ് പ്രിയനെ പോലെ. ദിസ് ഫുഡ് ലുക്ക് സോ ഗോർജിയസ്. ആ ഒരു ഗ്ലിസ്നിങ് ഒക്കെ കണ്ട അവര് ലാമ്പ് സെർവ് ചെയ്തിട്ട് മീറ്റ് ആദ്യമേ സെർവ് ചെയ്തിട്ട് മുകളിലാണ് ഗ്രേവി ഒഴിക്കുന്നത്. ആൻഡ് നൂഡിൽസ് ഇത് സോയ ആൻഡ് ബ്ലാക്ക് പെപ്പർ ബേസ്ഡ് സോസ് ആണ്. ലോട്ട് ഓഫ് ചിക്കൻ. ഒരു പോർഷൻ ഇത് ഓർഡർ ചെയ്താൽ 3 അഡൾട്ട്സിന് നോക്കിയാൽ അത്രയും ക്വാണ്ടിറ്റി ഉണ്ട്. ബാക്കിയുണ്ട്. ഇതിപ്പോൾ വേദൂനും അത്യാവശ്യം ഒരു ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ട്, എന്നിട്ട് ഞാൻ പറയാം ബാക്കിയുണ്ട്. സോ 3 അഡൾട്ട്സിന് ഒരു മെയിൻ കോഴ്സും ഒരു കറിയും മതി, ഈസിയാണ്. പിന്നെ ഒരു 2 സ്റ്റാർട്ടറും പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റാണ്. സോ അമേസിങ് മീലായിരിക്കും ആൻഡ് മസ്റ്റ് ട്രൈ ആണ്. ഇതെല്ലാം ഞങ്ങൾ ഓർഡർ ചെയ്ത എല്ലാം മസ്റ്റ് ട്രൈ ആണ്. നേരെ ഇത് കഴിച്ചിട്ട് റൂമിലേക്ക്. ഒരു മിസ്റ്റേക്ക് പറ്റിയ നൂഡിൽസ് മാത്രം മതി. സോ സോസ് ഒന്നും ഈ സോസ് ഡിഷിന് ഓവർ പവർ ചെയ്യുന്നേ ഇല്ല. സോസ് ജസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ പ്രിയനെ പോലെ സപ്പോർട്ടിങ് ആക്ടറാണ്. മെയിൻ കോഴ്സ് ആണ് താരം, ലൈഫിലാണെങ്കിലും ഫുഡിലാണെങ്കിലും. സംഭവല്ലേ, ഞാനാണല്ലോ മെയിൻ കോഴ്സ്. പക്ഷെ സപ്പോർട്ടിങ് ഇല്ലെങ്കിൽ ഒന്നിനും കൊള്ളില്ല മെയിൻ കോഴ്സ്. ഇല്ല. സ്മെൽ സോ ഗുഡ്. നോ, നല്ല മണമുണ്ട് കേട്ടോ ലോബിയിൽ. വെരി വെൽ മെയിൻറ്റെയിൻഡ്. അതാണ് ഈ പ്രോപ്പർട്ടിനെ കുറിച്ച് പറയാനുള്ളത്. ആൻഡ് നോക്ക്, ഈ വുഡിന്റെ തീം തന്നെ വരുമ്പോൾ ഭയങ്കര ലക്ഷറിയസ് ഫീലാണ്. വേദു ഇതാ 502 ആന്ന് തോന്നുന്നു. അപ്പൊ ബാക്ക് വാട്ടേഴ്സ് വ്യൂ ഉണ്ട്. ഈ സൈഡ് ആണെങ്കിൽ ബാക്ക് വാട്ടേഴ്സ് വ്യൂ ഉണ്ട്. ഗൈസ്, അപ്പോൾ നമ്മുടെ റൂം നമ്പർ 502 ആണ്. ഒരു സ്പെഷ്യൽ റൂം ടൂർ ആണ്. വെൽക്കം ടു വേദൂസ് റൂം ടൂർ അല്ലേ? ഓക്കെ, അപ്പൊ വേദു ഇന്ന് നിർബന്ധം പിടിച്ച് വേദു റൂം ടൂർ ചെയ്യണമെന്ന്. ആദ്യം എന്താ കാണിക്കണ്ടേ? ഓ, വലിയ ബാത്റൂം ഉണ്ട്. ആൻഡ് ഇവിടെ നമുക്ക് ഷവർ ഏരിയ തന്നെ നോക്ക്. സച്ച് എ ഹ്യൂജ് ഷവർ ഏരിയ ആണ് ഇവിടെ. വലിയൊരു ഷവർ ഏരിയ ആണ്. വലിയ വാഷ് ബേസിനും അതൊക്കെ ടവൽസ് ഒക്കെ വെച്ചിരിക്കുന്നത് എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടല്ലേ വേദു. പിന്നെ ഡസ്റ്റ്ബിൻ, ക്ലോസറ്റ്, എവറിത്തിങ്. ഇറ്റ്സ് സച്ച് എ ഹ്യൂജ് റൂം. ഓക്കെ, പിന്നെ വേദുവിന് ഏറ്റവും ഹാപ്പി എന്നറിയോ? ടബിലിരുന്ന് TV കാണാമെന്ന്. പിന്നെ ഓ, അത് കയ്യൊക്കെ ഇങ്ങനെ ഡാൻസിന്റെ മുദ്ര വരുന്ന എന്തിനാ. പിന്നെ അതെ ഇവിടെ ഫ്രിഡ്ജ്, വാട്ടർ വെച്ചിരിക്കുന്ന. ഹൗ ബ്യൂട്ടിഫുള്ളി ദേ കെപ്റ്റ് ഓൾ ദ ടീ ബാഗ്സ് ആൻഡ് കോഫി എവറിത്തിങ്. ആൻഡ് നമ്മൾ ഏറ്റവും വലിയ പെട്ടി വെക്കാനുള്ള സ്ഥലം അല്ലേ? ഒരുപാട് പെട്ടി വെക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട്. ഇതില് ലോക്കർ ഉണ്ട്, ചപ്പലുണ്ട്, ബാത്റൂമും ഉണ്ട്.
അയൺ ബോക്സ്, അയൺ ബോർഡ്സ്, എവറിത്തിങ് ഇസ് ദർ. ഇതുണ്ട്. ആ അത് ചപ്പൽ ക്ലീൻ ചെയ്യാൻ, ഷൂ പോളിഷ് ചെയ്യാൻ. ഓക്കെ, പിന്നെ ആ അതുകൊണ്ട് ഓക്കെ. ഒരു സാധനം ഒരിക്കലും മറന്നു പോകില്ല. എന്താ മറന്നു പോത്തെ? ഒരു വെള്ളി പ്രിയ ഉണ്ട്. ഇതാണ് വെള്ളി പ്രിയ. ഒരിക്കലും മറക്കാൻ എടുക്കില്ല. അതെ അതെ, ഒരിക്കലും മറക്കാൻ എടുക്കാത്തൊരു സാധനമാണ് പ്രിയ. ആ അപ്പൊ വലിയൊരു ബെഡാണ്. ബെഡിലൊന്ന് ഇരുന്ന് കംഫർട്ടബിൾ ആണോ നോക്ക്. വെള്ളി ദില്ലുയും ഉണ്ട്. ആ വലിയ തില്ലും ഉണ്ട്. അപ്പോഴാണ് ഒരു ഹാപ്പി ഫാമിലി ആവുന്നത്. നീ ഇരിക്ക്, ബെഡ് കംഫർട്ടബിൾ ആണോ നോക്ക്. ആ ചാടണ്ട. ആ കണ്ട, നല്ലതാണോ? ഓക്കെ, സോ ഇവിടെ വലിയ ഫുൾ വുഡൻ ഫ്ലോറിംഗ് ആണ് ഈ ഒരു ഏരിയയിൽ. നമുക്ക് ടി വി, വർക്ക് ഡെസ്ക്, പ്രിയ അവിടെ ഒരു പണിയില്ലാതിരിക്കുന്നുണ്ട്. നല്ലൊരു സോഫ, 2 സൈഡ് ടേബിൾ ആൻഡ് ബെസ്റ്റ് പാർട്ട് വിത്ത് വ്യൂ. വ്യൂ കാണിക്ക്. ആ പോ, ആ ബെഡിൽ കിടന്ന് സുഖിച്ചു പോയി. ആ അതൊക്കെ ഓക്കെ, 2 ഫോണൊക്കെ ഉണ്ട്. അട്രാക്ഷൻ കാണിക്ക്. ഭയങ്കര ക്ലീൻ, മിനിമലിസ്റ്റിക്, ക്ലാസി റൂംസ് ആട്ടാ. ഇനി വ്യൂ. ആ വലിയ സോഫ ഉണ്ട്. വേദുവിന് ഇവിടെ കിടത്താ രാത്രി. ഇനി തുറക്ക്. ഓ വ്യൂ നോക്കട്ടെ, ഇനി നോക്കട്ടെ. വാവ്, ഇവിടെ തന്നെ നമുക്ക് പൂള് കാണാം. അതുപോലെ തന്നെ അവിടെ ഒരു ഇരിക്കാൻ ഇതുപോലത്തെ ഒരു ഔട്ട്ഡോർ ഏരിയ ഒക്കെ ഉണ്ട്. ആൻഡ് നല്ല ബാക്ക് വാട്ടേഴ്സ് വ്യൂ. ഹയർ ഫ്ലോറിലേക്ക് കിട്ടിയാൽ അത്രയും ബെറ്റർ ആയിട്ട് നമുക്ക് വ്യൂസ് വരുവേ. സ്റ്റേക്കേഷൻ ഒക്കെ പറഞ്ഞ ഇത് തന്നെ അല്ലേ, റൂമിൽ നിന്ന് ഇറങ്ങാതെ. ഹോട്ടലിന്റെ വലിയ അതാണ്. ഈ മഴയും കൂടെ വേദമുണ്ടല്ലോ, വേറെ ലെവൽ വ്യൂ ആയിരിക്കും. റൂമിൽ നിന്ന് ഇറങ്ങാൻ തോന്നി. ഇവർക്ക് ഇവിടുന്ന് ഫ്രീ ആയിട്ട് ഫോറം മോളിലേക്കായിട്ട് ഷട്ടിൽ സർവീസ് ഒക്കെ ഉണ്ട്. അത് കൊള്ളാമല്ലോ. പിന്നെ നല്ല കിഡിലൻ സ്പായാണ്. നമുക്ക് അതിനൊന്നുള്ള ടൈമൊന്നും ഇല്ല. ഭയങ്കര അടിപൊളി. നിങ്ങൾ ഇവിടുത്തെ മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കുക കേട്ടോ. എനിക്കൊന്ന് 2 days ഫ്രീ സ്റ്റേയും ഡൈനിങ്ങിന് 50% ഓഫും. അപ്പം തന്നെ എൻ്റെ വാല്യൂ ആയി. ഫ്രീ കേക്കും ഒരു ഫ്രീ ബുഫേ, അങ്ങനെ എന്തൊക്കെയുണ്ട്. ഇവരുടെ വെബ്സൈറ്റിൽ ക്രൗണിങ് അല്ലെങ്കിൽ ഇവിടെ വിളിച്ച് നോക്കിയാൽ മതി. ഇത് ഇവരുടെ മസാജാണ്. ബട്ട് ബ്യൂട്ടിഫുൾ വെതർ ആൻഡ് ആംബിയൻസ്. ഇത് കണ്ട ഒരാൾ മഴയത്ത് ഉറക്കം വന്ന് ഇങ്ങനെ നിന്നുകൊണ്ട് ഉറങ്ങുന്നത്. ഉറങ്ങി, ദേ ഇപ്പോൾ ഉറങ്ങിപ്പോവേ. ഉറങ്ങി, ദേ പോയി കണ്ട, ഉറങ്ങി വീണു. അപ്പോൾ ഇന്ന് ഇനി വേദന സ്വിമ്മിംഗ് പൂളിലൊന്നും വരുന്നില്ല കേട്ടോ, ഉറങ്ങിപ്പോയി ഓൾറെഡി. പാവം പാവം. ഓക്കെ, ലെറ്റ്സ് ഗോ. സ്വിമ്മിങ്ങിന് പറക്കാനല്ല പറഞ്ഞത്, സ്വിമ്മിങ്ങിന് പോകാനാ പറഞ്ഞ ഞാൻ. പോവാം, അമ്മ വരില്ല, നമുക്ക് പോവാം. തണുപ്പാണെങ്കിൽ നമുക്ക് ഇറങ്ങണ്ട കേട്ടോ അധികം നേരം. ഈ തണുപ്പായിരിക്കും ചിലപ്പോൾ. നോക്ക്, ജക്കൂസി ഒന്നും ഇല്ല. പിന്നെ ജക്കൂസി ടബുണ്ട്. ആ തിരിച്ചു വന്നിട്ട് ടബിൽ ഇറങ്ങാം. ഹോട്ട് ടബ് ഒന്നും ഇല്ല, അത് പോയിക്കേ വേദു. പൂളൊക്കെ അടിപൊളിയാണ്. ഭയങ്കര വലിയ പൂളൊന്നുമല്ല, പക്ഷെ ബാക്ക് വാട്ടർ വ്യൂ ഉണ്ട്. ആ സമയത്ത് ഒരു അത്യാവശ്യം നമുക്കൊരു സ്വിമ്മിങ്ങും ഒരു എക്സസൈസ് ഒക്കെ ചെയ്യാൻ പറ്റിയൊരു പൂളാണ്. ഒരാൾ ഇതേ ഫുൾ ഗിയറിൽ ഇറങ്ങുവാണ്, സ്കൂബ ഡൈവിംഗ് പോകുന്നത്. തണുപ്പാണെങ്കിൽ ഇറങ്ങണ്ട കേട്ടാ. കിഡ്സ് പൂൾ ഇല്ല, പക്ഷെ ഇവിടെ ഡീപ്പ് ഇല്ല. നമുക്ക് സ്റ്റെപ്സിൽ ഇരുന്ന് കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഡീപ്പ് ഇല്ല, സ്റ്റെപ്സിൽ ഇരുന്നാൽ കുഴപ്പമില്ല. താഴെയോ അപ്പയ്ക്ക് അറിയില്ല, ഇറങ്ങി നോക്കണം. എന്തേ തണുപ്പ് തുടങ്ങിയല്ലേ? ടബിൽ പോയി ചൂടുവെള്ളത്തിൽ കിടക്കണോ? എന്നിട്ടാണ് സ്നോയിൽ പോണെന്ന് പറയുന്നേ. ഭാഗ്യത്തിന് മഴ പെയ്തില്ല. അടിപൊളിയായിട്ട് സ്വിമ്മൊക്കെ ചെയ്ത് നല്ല വിശപ്പുണ്ടാക്കിയിട്ടുണ്ട്. അതിന് ഇവിടെ വന്നതിന്റെ മെയിൻ കാര്യം എന്താ അറിയോ, ഇവിടുത്തെ സ്കൈ ഗ്രില്ല് ഐ തിങ്ക് സോ ഹാസ് സം ഓഫ് ദ ബെസ്റ്റ്. ഈ ഒരു ബാർ ഫുഡ് പോലത്തെ ഒരു ഫുഡായിരുന്നു. ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. പോക്ക് റിബ്സ് ആണെങ്കിലും അവരുടെ കുറച്ച് ഒരു ഷ്രിമ്പിൻ്റെ ഐറ്റംസ് ഉണ്ടായിരുന്നു, ഡ്രിങ്ക്സ്, അങ്ങനെ എല്ലാം സൂപ്പറായിരുന്നു. ഞാൻ മോക്ടെയിൽസ് ആയിരുന്നു കുടിച്ചത്, പക്ഷേ എവറിത്തിങ് വാസ് ഗുഡ്. അമേസിങ് വ്യൂ ആയിരുന്നേ. പക്ഷേ ഇപ്പോൾ അവർ പുതിയതായിട്ട് മെനു റീഹോൾ ചെയ്തിട്ടുണ്ട്. അവർ തന്നെ ഭയങ്കര നല്ലതാണ്. ഷെഫ് പേഴ്സണലി പറഞ്ഞായിരുന്നു ഭയങ്കര നല്ലതാണ്. അങ്ങനെ നമ്മൾ വിളിച്ചിട്ട് ഇവിടുത്തെ സ്കൈ ഗ്രില്ലിലെ പുതിയ മെനു കൂടെ ടെസ്റ്റ് ചെയ്യാൻ വരുവാണ്. സോ ഫുൾ ഗ്യാങ് വരുന്നുണ്ട് അങ്ങോട്ട്. ഒറ്റയ്ക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ. സോ കുറേ ഡെലിഷ്യസ് ഫുഡായിരിക്കും ഇനി ബാക്കിയുള്ളത്. ഇവിടുത്തെ ആംബിയൻസ് തന്നെ നോക്ക് പ്രിയ.
ഓർമ്മയില്ല നമ്മള് വന്നത് അന്ന് ആസിഫ് അലി ഉണ്ടായിരുന്നു, ഓർമ്മയില്ലേ? ഫാമിലി ആയിട്ട് ഇവിടെ നമുക്ക് ഒരു VIP വാക്ക് വേ റൺവേയിലൊക്കെ നടക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് വേണമെങ്കിൽ ദേ ഇവിടെ നടന്നാൽ മതി കേട്ടോ. ജസ്റ്റ് ഫീൽ ലൈക്ക് യുനോ ശരിക്കും ഒരു ക്ലബിലേക്ക് കയറുന്ന ഫീലാണ്, ഒരു ഹൈ എൻഡ് ക്ലബിലേക്ക്. പക്ഷേ നമ്മൾ കുടിക്കാത്തവരാണെങ്കിൽ യു കം ഹിയർ ആൻഡ് ഹാവ് ദ ഫുഡ്. എന്തായാലും പുതിയ ഫുഡ് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ നടന്ന് വന്ന് നേരെ സ്ക്രൈഗറിലേക്ക് കയറുമ്പോൾ ഒരു ആംബിയൻസ് നോക്കിക്കോ കേട്ടോ. സച്ച് ഇന്റർനാഷണൽ ലെവൽ ഇന്റീരിയേഴ്സ് ദീസ് പീപ്പിൾ ഹാവ്. നോക്കിക്കേ, ഇറ്റ്സ് സച്ച് എ ഹ്യൂജ് സ്പേസ് ആണ്, ഹ്യൂജ് സ്പേസ്. ഇൻഡോറും ഉണ്ട് ഔട്ട്ഡോറും ഉണ്ട്, എയർ കണ്ടീഷൻ, നൈസ് ഹൈ ആൻഡ് ഫേർണിഷിങ്, നല്ല വ്യൂ. ഏറ്റവും ബെസ്റ്റ് ഇവരുടെ ഒരു ഈവനിങ് ആകുമ്പോൾ ഇത് മൊത്തം തുറക്കും, ഷിപ്പ് യാർഡ് തൊട്ട് എല്ലാ ഏരിയയും കാണാം. ആൻഡ് ഇറ്റ്സ് ജസ്റ്റ് സച്ച് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. അവരുടെ ബാർ കൗണ്ടർ ആണെങ്കിലും എവറിത്തിങ്. ജസ്റ്റ് വൺസ് നിങ്ങളൊന്ന് വിസിറ്റ് ചെയ്ത് ഇവിടുത്തെ ഒരു ആംബിയൻസ് തന്നെ എൻജോയ് ചെയ്ത് നോക്കാൻ വേണ്ടി ഫുഡ് നമുക്കൊന്ന് ചെക്കൗട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇവരുടെ ഔട്ട്ഡോർ ഏരിയ ഉണ്ട്. നിങ്ങൾക്ക് വ്യൂവും അതൊക്കെ എയർ കണ്ടീഷൻഡ് അല്ലാത്ത രീതിയിൽ. എനിക്കൊന്ന് ചിലപ്പോൾ ഇവിടെ സ്മോക്കിങ്ങും അലൗഡ് ആയിരിക്കും, അപ്പോൾ കിഡ്സ് അലൗഡ് ആയിരിക്കില്ല. പക്ഷേ അങ്ങനത്തെ ഒരു ഏരിയ ഉണ്ട്. ഇവിടുന്ന് നല്ല വ്യൂ, ഇവിടെ നിന്നാണ് കുറച്ചും കൂടെ ബാക്ക് വാട്ടേഴ്സൊക്കെ നമുക്ക് വ്യൂ കിട്ടുന്നത്. ബ്യൂട്ടിഫുൾ സ്പേസ് ആണ്, സോ നൈസ്. നോ കൊച്ചി എന്തൊരു സുന്ദരിയല്ലേ. എന്താ എവിടെ? അത് ക്യാൻസൽ ചെയ്തല്ലോ, പറഞ്ഞില്ലേ? എവിടെ ഇടയ്ക്കൊരു ഹാർട്ട് അറ്റാക്ക് ഒക്കെ കിട്ടിയെന്ന് കേട്ടു പ്രിയ. അപ്പൊ ഒന്നുമില്ലാന്ന് ഒന്ന് പേടിച്ചു. ക്ലിയർ ആയത്. കളിച്ചോണ്ടിരിക്കുന്നത് ഇവിടെ കിഡ്സിന്റെ പരിപാടി ഉണ്ടായിരുന്നു. ഒരു ഡ്രിങ്കിന്റെ പേര് എന്താണെന്നറിയോ? എന്തായിരിക്കും? അല്ല, അയ്യോ അത്രയൊന്നും വേണ്ട. ഓ, ബ്ലഡി മേരി, വെർജിൻ മേരി ഉണ്ട്. ആ, പക്ഷെ എന്താന്നറിയോ? ക്യാൻഡി. ഡ്രിങ്ക് എന്താന്ന് നോക്ക് വേണ്ടത്. ടേക്ക് മീ ഹോം. നല്ല ഇൻട്രസ്റ്റിംഗ് ഡ്രിങ്ക്സിന്റെ പേരാണ്. ഫസ്റ്റ് കിസ്. അപ്പൊ ജെഫറിന് ഇതുവരെ കിസ് ചെയ്യാത്ത ഒരാളല്ലേ, അങ്ങനെയെങ്കിലും ഒരു ഫസ്റ്റ് കിസ് ആവട്ടെ. പാവം ജെഫ്രി, നിഷ്കളങ്കൻ. ഒന്നും പറയണ്ട, എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടെങ്കിൽ അത് കളയണ്ടല്ലോ നമ്മള്. ഇവര് തന്ന സ്റ്റാർട്ടറിന്റെ തന്നെ ഒരു ക്വാളിറ്റി ഉണ്ട്. ഇത് സ്റ്റാർട്ടർ അല്ല, സോറി, കോംപ്ലിമെന്ററി ഒരു ഡിഷാണ് സ്റ്റാർട്ടേഴ്സ് ആയിട്ട് തരുന്നത്. പ്രോൺസിന്റെ ആണ് ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടർ ഡിഷ് കാണുന്നത്. കോംപ്ലിമെന്ററി, അതും പ്രോൺസ്. ബഹാമ കൂളർ, ടേക്ക് മീ ഹോം. ജെഫറിന് എന്താ ഫസ്റ്റ് കിസ് വന്നിട്ടില്ല കേട്ടാ, എന്നാലും അടുത്ത് കുടിച്ചേക്ക ഒരു പേരിന്. എവിടെ? ആ, എത്തിയല്ല അടുത്ത ആള്. കറക്റ്റ് ആയിട്ട് അന്തുന്റെ ഡ്രിങ്ക് എത്തിയിട്ടുണ്ട് കേട്ടാ. കറക്റ്റ്. ഇവിടുന്ന് പണ്ടൊരു കോക്ടെയിലാന്ന് വെച്ചിട്ട് കോക്ടെയിൽ ഒരാൾ അടിച്ചിട്ടുണ്ട്. സമാധാനമായിരുന്നു അന്ന്. അടിച്ചത് ഭയങ്കര സൈലൻസ്. ഇവിടെ ഒരു ഡ്രിങ്കിന്റെ പേര് ബ്ലഡി മേരി. അതിന് ദേഷ്യം വരുമ്പോ ബ്ലഡി മേരി. ജെഫറിന് ഓർഡർ ചെയ്ത ഡ്രിങ്കിന് പേരെന്താ ഇതുവരെ ചെയ്യാത്തൊരു കാര്യം, ഫസ്റ്റ് കിസ്. ഇത് അല്ല, അതെ, ഫസ്റ്റ് കിസ് കൊടുത്തിട്ടില്ലല്ലോ, അതുകൊണ്ട് ഒരു ഫസ്റ്റ് കിസ് വേണം. അപ്പൊ ചിയേഴ്സ്. ഫിഷ് ഫിംഗേഴ്സിലാണ് നമ്മൾ ഫസ്റ്റ് തുടങ്ങുന്നത്. കുറച്ച് ഇരുട്ടാണെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. പെരി പെരിയോ, സ്പൈസി, സോൾട്ടി, ക്രിസ്പി ആൻഡ് ആബ്സല്യൂട്ട്ലി ഡെലിഷ്യസ്. നെയ്മീനാന്ന് തോന്നുന്നു. സ്കൈ ഗ്രിൽ ടിക്ക, സ്പെഷ്യൽ ടിക്കയാണ്. ഒരു ലെവൽ തന്നെയാണ്. നോക്കിക്കോ, ഇതിന്റെ ക്രീമാണ്, സെവേച്ചിയുടെ ക്രീം.
കോണില് ഇതിന്റെ ക്രീമിലും കോണും കൂടെ എടുത്ത് മിക്സ് ചെയ്ത് കഴിക്കണം. കോൺ സിവിഷി എന്തേ സെറ്റല്ലേ? ആ ചിപ്സ് പക്ഷെ കുറഞ്ഞു പോയി കേട്ടോ. ചിപ്സിന്റെ അളവ് ശരിക്കും കൂടുതൽ വേണം. ഇത് കോൺ സിവിച്ചിയാണ്. ഇതിന്റെ കൂടെ ആ ഡിപ്പും കൂടെ ഉണ്ടെങ്കിലുണ്ടല്ലോ ഒരു ക്രീം ട്രഫിൾ ഓയിൽ കോൺ ഭയങ്കര ഡെലിഷ്യസ് ആണ്. ഇതല്ലേ വെറുതെ അന്ന് വലിച്ചെടുത്തോണ്ട് പോകും. ഭയങ്കര ഡിമാൻഡ്. അത് വെജാണ്, ഞാൻ പറഞ്ഞില്ലേ വെജ് വേറെ ലെവലാണ് ഫുഡ് കൊടുത്താൽ. അതുപോലെ തന്നെ ഇവരുടെ ഡിപ്സ് ആണെങ്കിലും എല്ലാം കസ്റ്റമൈസ് ചെയ്ത ഡിപ്സ് ആണ്. ഇത് ഒരു മയോയും മറ്റേതിൻ്റെ കൂടെ വന്നിരിക്കുന്നത് സ്പൈസി ടാർട്ടാർ സോസ് ആണ്. ടിക്ക ചിക്കൻ ഫ്രൈ പീസാ, ഒട്ടും ഡ്രൈഡ് ഔട്ട് ആവാതെ ചെറുതായിട്ട് ആ തണ്ടൂരിന്റെ ഫ്ലേവർ ഒക്കെ വെച്ച് സ്മോക്കി ഫ്ലേവർ കിട്ടും. ഭയങ്കര ഡെലിഷ്യസ്. പോക്ക് നോക്കിക്ക്, പോക്ക് ബലി തൊടുമ്പോ തന്നെ പൊടിഞ്ഞു വരുന്ന നോക്ക്. ആൻഡ് ദ പെർഫെക്റ്റ് ചാർ നോക്ക്, പെർഫെക്റ്റ്. ആ സോസും ഫാറ്റൊക്കെ അങ്ങോട്ട് ഉരുക്കി പോവാണ്. ലൈറ്റ് കാണിക്കണം. ബെസ്റ്റ് പോക്ക് ഡിഷ് എവർ എന്ന് വരെ പറയാം. റഷ്യയില് കഴിച്ചൊരു പോക്ക് റിബ്സ് നോട്ട് വേണ്ടി യുക്രൈനിൽ കഴിച്ചൊരു ഉണ്ട്. ബട്ട് പോക്ക് ബെല്ലി ഞാൻ കഴിച്ചിരിക്കുന്നതിൽ 40 രാജ്യങ്ങളിൽ വെച്ച് ബെസ്റ്റ് ഇതാ അല്ലേ. ഭയങ്കര ഫ്ലേവറാ. വായ വെക്കുന്നതിന് മുമ്പ് മെൽറ്റ് ആയി പോവാ സംഭവം. ഇല്ല ഇനി തരില്ല. എല്ലാ ഡിഷും കാണുന്ന തന്നെ ഒരു ആർട്ടാണ്. ജെഫ്രിൻ ഡിസൈൻ ചെയ്ത പോലെയുണ്ട് എല്ലാ ഡിഷസും. നല്ലൊരു ആർട്ടിസ്റ്റിക് മൈൻഡ് ഉള്ള ഒരാൾ ഡിസൈൻ ചെയ്ത പോലെയുണ്ട്. അതാണ് ജെഫ്രിന്റെ ഒരു ഡിസൈൻ. സന്തോഷം നോക്ക്. സോ ഇതില് നമുക്കിതൊന്നും മുക്കി നല്ല ടേസ്റ്റ് ഉണ്ട്. അത് മതി. ഇത് നമ്മുടെ കുറച്ച് നമ്മുടെ സ്ഥലത്തിന്റെ പേര് അൽബേക്ക്. ദുബായിലൊക്കെ ഉള്ള അൽബേക്കിന് ചെറിയ ഫ്ലേവർ വരുന്നുണ്ട്. കാരണം പ്ലാന്റ് അല്ലാതെ ഫ്ലേവർ ഉള്ള ഒരു ഷ്രിംപാണ്. വേറെ ഒന്നുമില്ല. പ്രോപ്പർ ഷ്രിമ്പേ ഉള്ളൂ. വേറെ പൊട്ടാറ്റോയും ഒരുപാട് സംഭവങ്ങൾ ബാറ്റേഴ്സ് അങ്ങനെ ഒന്നുമില്ല. ജസ്റ്റ് ലൈറ്റ് ബാറ്റർ, അകത്ത് ഫുൾ ഷ്രിമ്പും കുറച്ച് അതിന്റെ പച്ചമുളകും അങ്ങനത്തെ കുറച്ച് ഫ്ലേവേഴ്സ്, റെഡ് ചില്ലീസ് ഒക്കെ. സ്റ്റാർട്ടേഴ്സ് തന്നെ കഴിച്ച് വയറ് കയറി. മെയിൻ കോഴ്സ് നമുക്ക് അധികം കഴിക്കാൻ പറ്റും. സ്റ്റാർട്ടേഴ്സ് കഴിച്ചാൽ ഫുള്ളാവും. ഇത് പ്രിയ ഓർമ്മയുണ്ട് നമ്മൾ കഴിച്ചത് ആകെ കൂടെ യൂറോപ്പിൽ പോയപ്പോ ഫ്ലേവർ ഉള്ള ഫുഡ് ഇതായിരുന്നു. പയേല സ്പാനിഷ് ഫുഡ്. സോ ഇറ്റ്സ് ലൈക്ക് ഓൾമോസ്റ്റ് ഒരു സീ ഫുഡ് ബിരിയാണി എന്നുള്ള രീതി പറയാം. സ്പെയിനിലെ ഫുഡാണ് പയേല. സോ അത് ഞാൻ പുതിയൊരു ഐറ്റം ആണ്. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ബാർബക്യൂ പോക്ക് റിബ്സ്. പോക്ക് റിബ്സിനെ കാട്ടി അടി ഇവിടെ ഈ ഗ്രിൽഡ് പൈനാപ്പിളിനാണ്. ഭാര്യയും ഭർത്താവ് അടിയാ. സീ ഫുഡ് പയേല നോക്കട്ടെ. സോ യു ഹാവ് ദ ക്ലാംസ്, ഷ്രിംപ്, ഒലിവ്സ്, ടൊമാറ്റോസ്. ഉലുവായിലും പ്രോൺസിന്റെ സ്മെൽ എടുത്ത. പിന്നെ ഒരു ടൊമാറ്റോ ബേസ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടണം. കാരണം ഭയങ്കര ഒരു ഫിഷി ഫ്ലേവർ നമുക്ക് വേഗമായിട്ട് കിട്ടും. അതിൻ്റെ കൂടെ ഒരു ടൊമാറ്റോ ബേസ് ആണ്. സോ അധികം മസാല അങ്ങനെയൊന്നുമില്ല. പക്ഷെ ടൊമാറ്റോ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ഒരു അടിപൊളി ഡിഷാണ്. ആൻഡ് ദെൻ അവർ ഓൾ ടൈം ഫേവറേറ്റ് പോക്ക് റിബ്സ്. സോ പോക്ക് റിബ്സ് നോക്കിക്കാട്ടാ. fall off the bone. So tender and juicy. Look at this. Oh my god. Pork lovers in a paradise. And fork കൂടെ തന്നെ മൊത്തം വന്നു. പോക്ക് ജസ്റ്റ് കണ്ട അത്രയും fall off the bone ആയിരുന്നു. ഒരു ടച്ചിൽ തന്നെ മൊത്തം വെളിയിൽ വന്നേ. പോക്കിന് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇവിടെ വന്ന് 2 പോക്ക് ഡിഷും ഫുഡ് ഇഷ്ടമാണെങ്കിൽ നേരെ ക്രൗണിൽ വരുമോ. ഓക്കെ കഴിക്കുക, ലഞ്ച് സ്കൈ ഗ്രില്ലിൽ വന്ന് ഡിന്നർ കഴിക്കുക. ആബ്സല്യൂട്ട്ലി ഡെലിഷ്യസ്. എന്തൊരു ക്വാളിറ്റി ഫ്ലേവർ.
ഒത്തന്റിസിറ്റി ഒക്കെ കാണാൻ ഇറ്റ്സ് അമേസിംഗ്. ഫോക്കി കഴിക്കേണ്ടതാണ്, പക്ഷെ ഇത് സോ ഗുഡ്. ഒരു ഇഞ്ച് ഓഫ് മീറ്റ് യു കനോട്ട് വേസ്റ്റ്. പ്ലീസ് പ്ലീസ് എങ്ങനെയുണ്ടായിരുന്നു? 5:30 വന്നിരുന്ന ഇരിപ്പാ പ്രിയ, സമയം ഇപ്പം 8:30. എന്തൊരു ഫുഡ്! ഓ പിന്നെ അതെങ്ങനെ എനിക്ക് എന്തെങ്കിലും തന്നിട്ട് വേണ്ട. അത് എന്റെ പ്ലേറ്റ് എന്തെങ്കിലും കിടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. വിശക്കുന്നില്ലല്ലോ ദില്ലുന്. എന്താ ഇത്? എനിക്കൊന്നും മേടിച്ചത് ഇപ്പൊ ഏറ്റവും കുറവ് മേടിച്ചത് എല്ലാരും അത് നിങ്ങൾ ഭയങ്കര കോണ്ടിനെന്റ് ജഫറിന് 4 പൊറോട്ടയോ അതില് ബീഫ് കറി ഒഴിച്ച് കുറെ സവാളയും വാരിയിട്ട് കഴിക്കണം. കാലൊക്കെ പൊങ്ങി പോവാണല്ലോ. അപ്പൊ ഗുഡ് നൈറ്റ്, ബൈ ബൈ, കാണാം, ബൈ. നമ്മളെപ്പോഴും പറയാറില്ലേ ഫുഡ് കഴിച്ചിട്ട് ഇവിടെ തന്നെ റൂം ഉണ്ടായിരുന്നെങ്കിലും ഒന്ന്. അതാണ് ഇന്ന് സംഭവിച്ചത്. അടിപൊളി ഫുഡും ആയിരുന്നു, അടിപൊളി റൂമും ആയിരുന്നു. ഇനി ആണ് ഇനി നാളെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കൂടെ ഒന്ന് കാണിക്കണം. അത് നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇവിടുത്തെ കേട്ടത്. ഒരു പെർഫെക്റ്റ് സ്റ്റേക്കേഷൻ അല്ലേ? എല്ലാ ഫ്രണ്ട്സും വന്നു, നല്ല റൂം, ചില്ല് ചെയ്തു, നല്ല ഭക്ഷണം, പൂള്. ഇനി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൂടെ കഴിച്ചിറങ്ങിയ ഒരു ഫുൾ വെക്കേഷൻ. അതെ, അപ്പൊ കുറച്ച് നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് പോകും. അങ്ങനെയാണെങ്കിൽ തിരിച്ചു വന്നിട്ട് കുറച്ചു നേരം കിടക്കാം. അതെ, ഒരാൾ ഊരി പോവാൻ പോവാണ് ടബില്. ഗൈസ്, ഒരു അടിപൊളി ഒരു ചെറിയ സ്റ്റേക്കേഷൻ ആയിരുന്നു സിറ്റിക്ക് അകത്ത് തന്നെ. ബട്ട് വി ഫെൽറ്റ് വെയർ ഇൻ ടോട്ടലി ഡിഫറെന്റ് പ്ലേസ്. ഹൈലി റെക്കമെൻഡഡ്. ഞാൻ വീണ്ടും പറഞ്ഞാൽ ഇവിടുത്തെ മെമ്പർഷിപ്പ് കറക്റ്റ് ആയിട്ട് അറിയില്ല, എനിക്ക് തോന്നുന്നു 16,000 or 18,000 ആ റേഞ്ച്, 18 ആണെന്ന് തോന്നുന്നു. 2 റൂംസും കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതുണ്ടെങ്കിൽ ടോട്ടലി വേർത്തിട്ടാണ്. ആൻഡ് ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റും അടിപൊളിയാണെന്ന് കേട്ടു. സോ അതും കൂടെ ഒന്ന് നാളെ കഴിച്ചിട്ട് ഈ വ്ളോഗ് അവസാനിപ്പിക്കാം. എന്തായാലും ഹാഡ് ലോഡ്സ് ഓഫ് ഫൺ ആൻഡ് ദ ഫുഡ് ശരിക്കും മനസ്സിൽ തട്ടി. കാരണം പോക്ക് ഇത്ര അടിപൊളിയായി കിട്ടുന്ന സ്ഥലങ്ങൾ കൊച്ചിയിൽ വളരെ റെയർ ആണ്. ഇത് 5 സ്റ്റാർ ഹോട്ടൽ വേറെ എവിടെയും കിട്ടില്ല എന്ന് തോന്നുന്നു. സോ ദാറ്റ് മേക്സ് ക്രൗൺ പ്ലാസ ഒരു എക്സ്ട്രാ സ്റ്റാർ വേണമെങ്കിൽ കൊടുക്കാം. ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഹാഡ് എ റിയലി വണ്ടർഫുൾ സ്ലീപ്പ്. ഭയങ്കര സൈലൻ്റ് ആയിട്ട് ഹൈവേയുടെ സൈഡിലാണെങ്കിൽ പോലും ഒന്നും അറിയാതെ നന്നായി ഉറങ്ങി. പ്രിയക്ക് അങ്ങനത്തെ ഒരു ഗുണമുണ്ട് കേട്ടോ. വീട്ടിലാണെങ്കിൽ ഉറക്കം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഹോട്ടലിൽ വന്നതിന് കിടക്കുന്നതിന് മുമ്പ് ഉറങ്ങും. ആൻഡ് നല്ല ഒരു ബ്യൂട്ടിഫുൾ മോർണിംഗ് ആണ്. ഞാൻ വ്യൂ കാണിച്ചു തരാം. അതിന് നേരെ ബ്രേക്ക്ഫാസ്റ്റ്, അതിന് കുറച്ച് നേരം റൂമിൽ വന്നിരുന്ന് ചെക്കൗട്ട്. എന്ത് രസമല്ലേ? ശരിക്കും നമ്മുടെ കേരളവും ആലപ്പിയിലൊക്കെ ഇങ്ങനെ ഒന്ന് നിന്ന് ബാക്ക് വാട്ടേഴ്സ് വ്യൂവോ അല്ലെങ്കിൽ കടലിൻ്റെ വ്യൂ ഒക്കെ ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ആ രാവിലെ തന്നെ നമുക്കൊരു പോസിറ്റിവിറ്റി ആയിട്ടായിരിക്കും വെളിയിലേക്ക് ഇറങ്ങുന്നത്. ഇന്നത്തെ ദിവസം അടിപൊളിയായിരിക്കും. നോക്കിക്കോ. സോ ബ്രേക്ക്ഫാസ്റ്റിന് ഫസ്റ്റ് തന്നെ പേസ്ട്രീസ് എന്തൊരു ക്വാളിറ്റിയാന്ന് നോക്കിക്കേ. സോ ലുക്ക് അറ്റ് ദ പാവ് ചോക്ലേറ്റ്. പ്രിയ മിക്കവാറും മൊത്തം ഇതിലേക്ക് തന്നെ ആയിരിക്കും എടുക്കുന്നത്. ഡോണട്ട്സ്, ഇത് വേറെ ടൈപ്പ് മഫിൻസ്, ബ്രിയോഷ്. ലുക്ക് അറ്റ് ദിസ് ചോക്ലേറ്റ്, സോ മോയിസ്റ്റ്. ആൻഡ് ദെൻ സം ഡോണട്ട്. നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഉണ്ട്, ഉപ്പുമാവ് ഉണ്ട്, ഊത്തപ്പം ഉണ്ട്, അതല്ലാതെ ഉപ്പുമാവ്, പുട്ട്. ഭയങ്കര വെറൈറ്റി ആണ് കേട്ടോ. ചെറുപയർ കറി, മുട്ടക്കറി, ചിക്കനൊന്നും കണ്ടില്ലല്ലോ. പിന്നെ നോർത്ത് ഇന്ത്യയിലേക്ക് പോയി കഴിഞ്ഞാൽ കുൽച്ച, അതല്ലാതെ ഇതെന്താ, അതിൻ്റെ കറിയാണ് ചോറ് പോലെ. ആൻഡ് സ്വീറ്റ് പൊട്ടേറ്റോ വരെ ഉണ്ട് ഇവിടെ. ആൻഡ് സ്വീറ്റ്സ് വല്ലതും ക്രേവിങ് ഉണ്ടെങ്കിൽ യു ഹാവ് യുവർ ഗുലാബ് ജാമുൻ ഓൾസോ. അത് ഞാൻ രാവിലെ ഒരെണ്ണം കഴിക്കുന്നതായിരിക്കും. പൂരിയുണ്ട്, ആലു ഭാജി, ആൻഡ് ദെൻ കുറേ ടൈപ്പ് പിക്കിൾസ്, വടാസ് ആൻഡ് കിച്ചടി. സോ എനിക്ക് തോന്നുന്നു ഇവിടെ എല്ലാ ടൈപ്പ് ആൾക്കാർക്കും ക്യൂസീൻസ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്തോരം ഉണ്ടെന്ന് നോക്ക്. ഇതിനിപ്പം മറ്റേ വെസ്റ്റേൺ സെക്ഷൻ ആണ്. സോ നമ്മുടെ ടൊമാറ്റോസ്, വെജിറ്റബിൾസ്, വെജസ്, കോളിഫ്ലവർ ആൻഡ് ഒരു ഓട്സ്, ലെഗ് ബീൻസ്. ഇത് ആക്ച്വലി നമ്മുടെ ആ ഒരു കിഡ്നി ബീൻസ് പോലത്തെ. നോക്ക്, സോസേജ്. ഇത് സാധാരണ സോസേജ് അല്ല, ചീസ് സോസേജ് ആണ്. സോ ഇറ്റ് ബി സോ മച്ച് ഓഫ് ഫ്ലേവർ. ആൻഡ് ദെൻ വേറൊരു സോസേജും കൂടെ ഉണ്ട്. പിന്നെ ഷാക്ഷു കന്തു പ്രത്യേകം പറയും ഇത് കഴിക്കണം എന്ന്. ഇത് നമ്മുടെ ഒരു ടർക്കിഷ് എഗ് പോലെയാണ്. ആൻഡ് ദെൻ ചിക്കൻ്റെ ഒരു കോണ്ടിനെന്റൽ ഡിഷ് ഉണ്ട്. ആൻഡ് ഇത് ബോയിൽഡ് ചൈനീസ് വേണമെങ്കിൽ ഹക്ക നൂഡിൽ. ഇത് വെജിറ്റബിൾ, പനീർ. വാവ്, രാവിലെ തന്നെ ബീഫ്. നോക്ക്, ബീഫ്, ചൈനീസ് ബീഫാണ് വിത്ത് ബ്ലാക്ക് പെപ്പർ. ആൻഡ് ദെൻ സൂപ്പ് വരെ ഉണ്ട് രാവിലെ. എഗ്സ്, വാഫിൾസ്, പാൻ കേക്ക്സ് ഒക്കെ ഇവിടെ ലൈവ് സ്റ്റേഷനായിട്ട് ചെയ്യും. പിന്നെ ദോശ, അപ്പം, സ്റ്റഫ് പൊറാട്ട.
I think we got all the options what you can dream for. അത്രയധികം വെറൈറ്റി ആണ്. കാര്യം പറയാൻ മറന്നുപോയ രാവിലെ തന്നെ ഇവിടെ ഐസ്ക്രീംസ് വരെ നമുക്ക് അതും 4 ഫ്ലേവർ, ബട്ടർ സ്കോച്ച്, വാനില, സ്ട്രോബെറി, ചോക്ലേറ്റ്, ഈവൻ ഐസ് കോഫി ആയിട്ട്. സാധാരണ നമുക്ക് ഐസ് കോഫി ഒന്നും ബ്രേക്ക്ഫാസ്റ്റ് ബുഫേക്ക് കാണില്ല അൺലെസ് ഇറ്റ്സ് ദെയർ ഇൻ ദ ജ്യൂസ് കൗണ്ടർ. ഇത് ഇവര് ഫ്രഷ്ലി മെയ്ഡ് ഐസ് കോഫി ഉണ്ട്. സോസേജസ് ഈസ് സോ ഗുഡ്. അതുപോലെ തന്നെ ഈ ഒരു പേസ്ട്രി സാധാരണ ഉണ്ടല്ലോ ഇങ്ങനത്തെ പേസ്ട്രീസ് ഒക്കെ വളരെ കുറച്ച് റെസ്റ്റോറൻറ്റ്സിലെ ഒരു ഫ്രഷ്നെസ് കാണാറുള്ളൂ. ബട്ട് ദിസ് വൺ അടിപൊളി. ഫുഡിന്റെ കാര്യത്തിൽ ക്രൗൺ പ്ലാസ 5 സ്റ്റാർ ആണ്. 5 സ്റ്റാർ. നിങ്ങൾ എപ്പോഴെങ്കിലും ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് വരുവാണെങ്കിൽ ഈ ബനാന കേക്ക് ഒന്ന് ട്രൈ ചെയ്യണേ. ശരിക്കും ഈ ബാംഗ്ലൂരും അല്ലെങ്കിൽ ഈവൻ എബ്രോഡൊക്കെ ദുബായിലൊക്കെ ആണെങ്കിൽ കിട്ടുന്ന ഒരു ഹൈ-എൻഡ് ബേക്കറിയിൽ അത്രയും മോയിസ്റ്റ് ആയിട്ട്. സാധാരണ ഇത് ഡ്രൈ ആയിരിക്കും, ഇങ്ങനെ പൊടിഞ്ഞു പോകും. ഇതല്ല, സോഗ്ഡിൽ ഒരു റം സിറപ്പിന്റെ ഒക്കെ ഒരു ടേസ്റ്റ്. ഇതൊരു ചെറിയ ടിപ്പാണ്. നിങ്ങൾക്ക് പോർക്കിന്റെ ഐറ്റംസ് വേണമെങ്കിൽ നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെഷ്യലായിട്ട് ചെയ്തു തരും. ഇത് പോർക്ക് സോസേജും ഉണ്ട്, അതുപോലെ തന്നെ ബേക്കണും ഉണ്ട്. ആൻഡ് അതിൻ്റെ കൂടെ ഒരു ചീസ് ഓംലെറ്റും കൂടെ ഉണ്ടെങ്കിൽ സെറ്റാണ് ബ്രേക്ക്ഫാസ്റ്റ്. നമുക്ക് നമ്മുടെ ദോശയും ഇഡലിയും ഒന്നും ട്രൈ ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. അത്രയധികം വെറൈറ്റിയാണ്. ഞാൻ മറ്റേ ഫുൾ കോണ്ടിനെന്റൽ ഐറ്റംസ് ട്രൈ ചെയ്ത് നോക്കി ഇവിടെ ഇരിക്കുന്നു മൊത്തം. അത് പ്രിയയുടെയാണ്, ഇതൊക്കെ എന്റെയാണ്.